ചില ആളുകളൊക്കെ ചിന്തിക്കും, ഇതൊക്കെ പറയുന്ന ആള് വരുന്ന വണ്ടികൾ കണ്ടിട്ടുണ്ടോ? ഈ പറയുന്ന ആള് അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പള്ളി ഇച്ചിരി പെയിന്റ് അടിക്കാൻ പറയുമ്പോ, ഓ ഉമർ തങ്ങളുടെ കാലത്തെ പള്ളിയൊക്കെ കാണണമായിരുന്നു. പറയണ കേട്ട യവനെ ഉസ്മാൻ തങ്ങളുടെ കാലം, അബൂബക്കർ തങ്ങളുടെ കാലം മുതൽ അവിടെ ഉണ്ടായിരുന്നെന്നാ തോന്നുന്നത്. പള്ളി ഒന്ന് പെയിന്റ് അടിക്കുമ്പോ പറയുന്ന എന്താണ്? ഈ ഉമർ തങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒന്നും പെയിന്റ് അടിക്കില്ലായിരുന്നു. പക്ഷെ ഈ പറയുന്നവന്റെ വീട് ജോ ബൈഡന്റെ വൈറ്റ് ഹൗസ് ആണോ എന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ മനോഹരമായ വീടുകളും കൊട്ടാരങ്ങളും നിർമ്മിച്ചിട്ട് അവന്റെ മഹല്ലത്ത് പള്ളിയിൽ കുറച്ച് കുമ്മായം തേക്കുന്നതിനെതിരെ ശക്തമായിട്ട് നിലകൊള്ളുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പറയുന്ന എങ്ങനെ, പഴയ പള്ളിയിൽ ഞാൻ സെൻട്രൽ ജുമാ മസ്ജിദ് എടുക്കും പറഞ്ഞു ജുമയ്ക്ക്, ആളുകൾ പറയാറുണ്ട്, എന്തിനാ പള്ളി ഇങ്ങനെ മോടി പിടിപ്പിക്കുന്നത്, എന്തിനാ പള്ളി ഇങ്ങനെ മനോഹരമാക്കുന്നത്, എന്തിനാ പള്ളിയിൽ AC വെക്കുന്നത്? ശരിയാണ്, കേരളത്തിലെ എല്ലാ പള്ളിയിലും, കേരളത്തിലെ ആകെ AC പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയാ. എവിടെയാ AC പള്ളി? AC പള്ളി എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ ആറാട്ടുപുഴയാണ് AC പള്ളി ഉള്ളത്. അവിടെ കേരളത്തിൽ ആദ്യമായി AC പള്ളി വന്നു. അന്ന് മുതൽ ആ പള്ളിയുടെ പേര് AC പള്ളി എന്നാ. പക്ഷെ ഇന്ന് പള്ളിയിൽ AC ഇല്ല, ബാക്കി എല്ലായിടത്തും AC ഉണ്ട്. AC പള്ളി വെക്കുമ്പോ, അല്ലെങ്കിൽ അവിടെ ഒന്ന് പെയിന്റ് അടിക്കുമ്പോ, അവിടെ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിൽ ഒന്ന് മിനുക്ക് പണികൾ ചെയ്യുമ്പോ പറയും എന്തിനാ ഇതൊക്കെ. എന്നാൽ ഉമർ തങ്ങളുടെയും ഉസ്മാൻ തങ്ങളുടെയും വലിയാർ തങ്ങളുടെയും സിദ്ദീഖ് തങ്ങളുടെയും കഥ പറഞ്ഞിട്ട് ആ കാലഘട്ടത്തിലെ പള്ളി ഇങ്ങനെ അല്ലല്ലോ എന്ന് പറയുന്നവരോട് ചോദിക്കുന്നത്, അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ തങ്ങളുടെയും ഉസ്മാൻ തങ്ങളുടെയും വീട് നിങ്ങളുടെ വീട് പോലെ ആയിരുന്നോ? അല്ല, ആ വീട് നിങ്ങൾ മാറ്റം വരുത്തി. പിന്നെന്താ പള്ളി എങ്ങനെ ഇട്ടിരിക്കുക? നമ്മുടെ പള്ളിയൊക്കെ മനോഹരമാക്കണം, ഏറ്റവും നല്ല മനോഹരമാക്കി പള്ളികൾ മാറ്റണം. പള്ളിക്കകത്ത് കയറുമ്പോ റാഹത്താകണം, അല്ലാതെ അവിടെ പോകുമ്പോ പള്ളിട്ടിട്ട് അവിടെ കിടക്കുന്നു, ഇവിടെ വരുമ്പോൾ എലിക്കാഷ്ടം കിടക്കുന്നു, അങ്ങനെയല്ല. പള്ളി കയറുമ്പോ റാഹത്താകണം, സന്തോഷം. കയറുമ്പോ നമുക്ക് പുറത്തിറങ്ങാൻ തോന്നരുത്. വിശ്വാസി എന്ന് പറഞ്ഞാൽ പള്ളിയിൽ കയറുമ്പോ വിശ്വാസിയുടെ പ്രത്യേകത കടലിൽ കിടക്കുന്ന മത്സ്യത്തെ പോലെ എന്നാണ്. എന്ന് പറഞ്ഞാൽ പുറത്തു വരാൻ കൊതിക്കൂല, പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കൂല. ഒരു മുനാഫിക്കാണ് പള്ളിയിൽ കയറുന്നതെങ്കിൽ നമ്മൾ ആരാണെന്ന് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. നമ്മൾ പള്ളിയിൽ കയറുമ്പോഴെന്താണ്? കടലിൽ കിടക്കുന്ന മത്സ്യത്തെ പോലെയാണോ? അതല്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ കപട വിശ്വാസികളാണെങ്കിൽ കൂട്ടിലടയ്ക്കപ്പെട്ട കിളികളെ പോലെയാണ്. കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയുടെ പ്രത്യേകത എന്താ? തുറന്നു വിടാൻ ആ മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളും. നമുക്ക് അങ്ങനെയല്ലേ? ദുആ അല്പം നീണ്ടുപോയ, ഓ ഇതൊന്ന് ഒടുക്കത്തെ ദുആ ആയിപ്പോയി. ഖുത്ബ നീണ്ടുപോയാൽ ഭയങ്കര പ്രശ്നമായി പോയി. ഇതൊക്കെയാണ് നമ്മുടെ സ്വഭാവം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിച്ചില്ലെങ്കിലും നമ്മൾ കൊടുക്കണം പുറത്തുള്ളവർക്ക്. ഞാനൊരു ചെറിയ സംഭവം കൂടി പറയാം. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, നമുക്കറിയാം ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൗത്രന്മാരാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയപ്പെട്ട സഹാബാക്കളും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അവർ രണ്ടുപേരും പനിച്ച് വിറച്ച് കിടക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് സഹാബാക്കളിൽ ചില പ്രമുഖരായ സഹാബാക്കൾ പറഞ്ഞു, നിങ്ങൾക്ക് ഈ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ രോഗശാന്തിക്ക് വേണ്ടി, ശമനത്തിന് വേണ്ടി ഒരു 3 ദിവസത്തെ നോമ്പ് നിങ്ങൾക്ക് പിടിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. ചരിത്രം വിശാലമാണ്. ആദരവായ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ, കാരണം സുജൂദിൽ കിടക്കുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പ്രവാചകരുടെ തോളത്ത് കയറിയിരുന്ന് ആന കളിക്കുമ്പോ ആ പ്രവാചകന് സുജൂദിൽ നിന്ന് തല ഉയർത്താൻ മിനിറ്റുകളോളം സുജൂദിൽ തന്നെ കിടക്കുകയും താൻ തല ഉയർത്തി കഴിഞ്ഞാൽ തന്റെ പേരക്കിടാങ്ങൾ
നിലത്ത് വീഴുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച് ഒരുപാട് സ്നേഹം നൽകി ലാളിച്ച് വളർത്തിയ കൊഞ്ചിച്ച് വളർത്തിയ തന്റെ പ്രിയപ്പെട്ട പേരമക്കൾ, ആ മക്കളുടെ രോഗം വല്ലാതെ തളർത്തിക്കളഞ്ഞു അള്ളാന്റെ ഹബീബിനെ. ആരോ പറഞ്ഞു കൊടുത്തു, ഒരു 3 ദിവസത്തെ നോമ്പ് നിങ്ങൾ പിടിക്കണം, നേർച്ചയാക്കണമെന്ന്. അങ്ങനെ മഹാനായ അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയും അവിടത്തെ ഒരു ജോലിക്കാരിയും 3 ദിവസം നോമ്പ് പിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 3 പേരും 3 ദിവസം നോമ്പ് പിടിച്ച് 1-ാമത്തെ ദിവസത്തിന്റെ നോമ്പ് തുറക്കുന്ന സമയം മഗ്രിബിന്റെ സമയമാകുമ്പോ കഴിക്കാനും നോമ്പ് തുറക്കാനും ഭക്ഷണമൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു കുറച്ച് ഗോതമ്പ് കടം വാങ്ങിക്കൊണ്ട് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൈവശം ഏൽപ്പിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ഫാത്തിമ, ഇന്നത്തെ ദിവസം നോമ്പ് തുറക്കാൻ നമുക്ക് ഈ ഗോതമ്പ് ഭക്ഷണം നീ തയ്യാറാക്കണമെന്ന് പറഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആ ഗോതമ്പ് വെച്ച് ഭക്ഷണം പാകം ചെയ്ത് നോമ്പ് തുറക്കാനുള്ള സമയമെടുത്തു. മഗ്രിബിന്റെ ബാങ്ക് കേൾക്കുന്ന സമയം നോമ്പ് തുറന്ന് ആ ഭക്ഷണം കഴിക്കാൻ വളരെ ആർത്തിയോടെ തന്റെ പൊന്നുമക്കളുടെ രോഗശമനത്തിന് വേണ്ടി നേർച്ച നേർന്ന ആ നോമ്പ് തുറക്കാൻ വേണ്ടി 3 പേരും കാത്തിരിക്കുമ്പോൾ ആരോ വാതിൽക്കൽ മുട്ടുകയാണ്. ആരാണെന്നറിയില്ല. സഹോദരങ്ങളെ, ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അലി റളിയല്ലാഹു തആല അൻഹു ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണം പാകം ചെയ്ത് റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഭക്ഷണം പാകം ചെയ്തിട്ട് അലിയുടെ മുന്നിലേക്ക് കൊണ്ടുവെക്കുകയാണ്. ആ സമയത്ത് പൊന്നുമക്കള് ഭക്ഷണം കഴിക്കണം. തന്റെ മക്കളുടെ രോഗം മാറാൻ 3 ദിവസത്തെ നോമ്പ് നേർച്ചയാക്കിയ 3 പേര്. ആ നോമ്പിന്റെ 1-ാം ദിവസത്തിന്റെ കഥയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ വീട്ടില് കഴിക്കാൻ നമ്മുടെ കയ്യില് ഭക്ഷണമുണ്ട്, എന്നിട്ട് ആ ഭക്ഷണം കൊടുക്കാനും മടി കാണിക്കുന്നവരാണെങ്കിൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്ക്. ചില ആളുകളെ പറയാണ്ട് ഞങ്ങളുടെ കയ്യില് ഭക്ഷണമില്ല, ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് പോലും തികയാത്ത ഭക്ഷണം എങ്ങനെയാണ് പുറത്തു കൊടുക്കുക? അലി റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചു. ആ സുപ്രയിലെടുത്ത് വെച്ച് നോമ്പ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ആരോ വാതിൽക്കൽ മുട്ടുന്നു. ഓടിച്ചെന്ന് കതക് തുറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു പാവപ്പെട്ട സഹോദരൻ വന്നിട്ട് പറയുകയാണ്, അന മിസ്കീനും മിൻ മസാകീനിൽ മുസ്ലിമീൻ, ഞാനൊരു മിസ്കീനാണ്, പാവപ്പെട്ടവനാണ്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവനാണ്, അഗതിയാണ്. അതുകൊണ്ട് അത്ഇമൂനി അത്അമകുമുല്ലാഹ്, എനിക്ക് നിങ്ങൾ ഭക്ഷണം തരണം. ഇന്നത്തെ ഈ സമയം എനിക്ക് ഭക്ഷണം കഴിക്കാതെ ഒരു അടി മുമ്പോട്ട് നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഭക്ഷണം തരണമെന്ന് പറഞ്ഞ് മഹാനായ അലി തങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ അലി ഫാത്തിമയെ നോക്കുകയാണ്. അവര് നോമ്പ് തുറക്കാൻ വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഭക്ഷണം എടുത്ത് ഒന്നോടെ ആ പ്രിയപ്പെട്ട സഹോദരന് കൊടുക്കുകയാണ്, അഗതിക്ക് കൊടുക്കുകയാ. അവര് പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറന്നു. അന്നത്തെ നോമ്പ് പൂർത്തീകരിച്ചു. പിറ്റന്ന് നോമ്പാണ്, 2-ാമത്തെ നോമ്പാ. ആ നോമ്പ് പിടിച്ചിട്ട് അവസാനം അന്നും കയ്യില് ഭക്ഷണത്തിന് വകയൊന്നുമില്ല. ആരിൽ നിന്നോ കടം വാങ്ങിയിട്ട് അലിയാര് തങ്ങള് വീണ്ടും കൊണ്ടുവരികയാ. ആ ഭക്ഷണം കൊണ്ടുവന്ന് ഫാത്തിമ പാകം ചെയ്തു കൊടുത്തു. ആ ഭക്ഷണം പാകം ചെയ്തത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ സുപ്രയിലെടുത്തു വെച്ചു നോമ്പ് ഉറക്കാനുള്ള സമയമെടുത്തു. ഇതെല്ലാം കഥ പോലെ കേട്ടിരിക്കാൻ എളുപ്പമാണ്. ചരിത്രങ്ങൾ പറയാനാളുണ്ട്, പറയിപ്പിക്കാനാളുണ്ട്, കേൾക്കാനാളുണ്ട്. പക്ഷേ ചരിത്രങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ 2-ാമത്തെ ദിവസത്തിന്റെ നോമ്പ് തുറയുടെ സമയത്ത് തന്റെ പ്രിയതമന് കടം വാങ്ങിക്കൊണ്ടുവന്ന ഗോതമ്പിന്റെ ഭക്ഷണം പാകം ചെയ്തെടുത്തു വെക്കുമ്പോൾ ആരോ വന്ന് കതകിന് മുട്ടുകയാ. ഇതൊരു സിനിമയുടെ ക്ലൈമാക്സ് അല്ല, ഇതൊരു നാടകത്തിന്റെ ഇതിവൃത്തമല്ല, ഒരു സീരിയലിന്റെ തിരക്കഥയല്ല. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോള് ഫാത്തിമയുടെ ചെറ്റക്കൂരയിൽ നടന്ന സംഭവമാ. അലിയാര് തങ്ങൾ ചെന്ന് കതകങ്ങ് തുറക്കുമ്പോൾ ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്നറിയോ?
അയാള് പറയുകയാണ് അനയതീമും മിനൽ ഐതാം, അനാഥനാണ് ഞാൻ, വാപ്പയില്ലാത്തവനാണ്, എനിക്ക് കയറി കിടക്കാടമില്ല, എനിക്ക് സ്വന്തക്കാരില്ല, ബന്ധുക്കളില്ല, പക്ഷേ നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് അത്ഇമൂനി അത്അമകുമുല്ലാഹ്, നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണം ഈ സമയത്ത്. എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം തരുമെന്ന് പറയുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അലിയാരെ തങ്ങളെ നോക്കുകയാണ്. ഇന്നും പട്ടിണിയാണല്ലോ, യാതൊരു സങ്കടവുമില്ല, ഒരു മുഖഭാവ വ്യത്യാസമില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലിയുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, കൊടുക്കൂ, അവരെ കഴിക്കട്ടെ. 3-ാം ദിവസത്തെ നോമ്പ് നേർച്ചയുടെ 3-ാം ദിവസമാണ്. തന്റെ പൊന്നുമക്കളുടെ രോഗത്തിന് അല്പശമനമുണ്ട്, നേരിയ ശമനമാണ്. അലിയാരെ തങ്ങൾ വീണ്ടും ആരുടെയോ കയ്യിൽ നിന്ന് ഗോതമ്പ് കടം വാങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി പാകം ചെയ്തു. വൈകുന്നേരമാകുമ്പോൾ ആരോ കതകിന് മുട്ടുകയാണ്. നേരം അസ്തമിക്കാറാകുന്നു, നോമ്പ് തുറക്കുന്ന സമയമാണ്. ആരാണ് കതകിന് മുട്ടുന്നതെന്നറിയാൻ ചെല്ലുമ്പോൾ അന്നത്തെ തടവ് പുള്ളികൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ കാരാഗ്രഹത്തിലിടുകയല്ല, അവരെ കാലുകളിലെ ചങ്ങലക്കിട്ട് അവരെ നടക്കാൻ അനുവദിക്കുമായിരുന്നു. ആരിൽ നിന്നെങ്കിലും ഭക്ഷണം കിട്ടുമെങ്കിൽ കഴിക്കണം, അതാണ് ശിക്ഷ. ഒരു പാവപ്പെട്ടവന് വന്ന് വീടിന്റെ മുമ്പിൽ വന്ന് കതകിന് മുട്ടുകയാണ്. അയാള് പറഞ്ഞു, അന അസീറും മിനൽ ഉസാറാ, ഞാനൊരു തടവ് പുള്ളിയാണ്. അത്ഇമൂനി അത്അമകുമുല്ലാഹ്, എനിക്ക് നിങ്ങളെ കുറച്ച് ഭക്ഷണം കഴിക്കാൻ തരണം. നിവർത്തി കേടുകൊണ്ടാ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം തരുമെന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണം എടുത്തിട്ട് അലിയുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുകയാ. സഹോദരങ്ങളെ, മഗ്രിബ് നിസ്കാരത്തിന്, റമളാനിന് നോമ്പ് തുറക്കാൻ നമ്മൾ ഇഷ്ടപ്പെട്ട എണ്ണ പലഹാരം തന്നില്ലെങ്കിൽ നമ്മുടെ ഭാര്യയോട് നമ്മൾ കാണിക്കുന്ന സ്വഭാവത്തിന്റെ വൈകൃതം അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഭക്ഷണമെടുത്ത് അലിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അലി റളിയല്ലാഹു തആല അൻഹു ആ ഭക്ഷണമെടുത്ത് ആ പാവപ്പെട്ട തടവുപുള്ളിയുടെ കയ്യിൽ കൊടുക്കുകയാ. ഇനി ഗോതമ്പില്ല, നേർച്ച നേർന്ന് 3 നോമ്പും അവസാനിച്ചിരിക്കുകയാ. അലിയാരെ തങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക്, അലിയാരെ തങ്ങൾ പൊന്നുമക്കളെ കൈപിടിച്ച് റസൂലുള്ളാന്റെ വീട്ടിലേക്ക് പോവുകയാ. ഫാത്തിമ ബീവിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. 3 ദിവസത്തെ നോമ്പ്, ആ 3 ദിവസവും ഭക്ഷണം പാകം ചെയ്തതിന്റെ ക്ഷീണം, ഒന്നും കഴിക്കാതെ ആയി. വയറ് തന്റെ മുതുകത്തോട് ചേർന്നിരിക്കുകയാണ്. ആ പ്രിയപ്പെട്ട ഫാത്തിമ വാടിക്കുഴഞ്ഞ് ഒരു ചേനത്തണ്ട് കിടക്കുന്നത് പോലെ കിടക്കുകയാ. ആ സമയത്ത് അലിയാരെ തങ്ങളെ പൊന്നുമക്കളുമായിട്ട് റസൂലുള്ളാന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലിയേ, എന്റെ മക്കൾക്ക് എന്തു പറ്റി? കാരണം 3 ദിവസത്തെ ഭക്ഷണത്തിന്റെ കമ്മി മൂലം പൊന്നുമക്കള് പട്ടിണിയാണ്. എല്ലും തോലുമായ പൊന്നുമക്കളെ കണ്ടപ്പോൾ റസൂലുള്ളാഹിനെ സഹിക്കാൻ പറ്റുന്നില്ല. ഉടൻ തന്നെ ഹബീബായ നബി തങ്ങൾ എന്റെ ഫാത്തിമയുടെ കോലം എന്തെന്നറിയാൻ വീട്ടിൽ നിന്നിറങ്ങി ഓടുകയാ. ഓടുന്നു ഒരു ബാപ്പയുടെ പിതൃ സ്നേഹത്തിന്റെ ആ ഒരു ഹൃദയത്തിന്റെ തുടിപ്പിന്റെ വേദനയുടെ ഒരു പ്രതീകമായി അള്ളാന്റെ ഹബീബ് ഓടി ഫാത്തിമയെ കാണാൻ പോകുമ്പോൾ ഫാത്തിമ അതാ വാടിക്കുഴഞ്ഞ് കിടക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് സംസാരിക്കാൻ വയ്യ. അള്ളാന്റെ റസൂലിന്റെ നയനങ്ങള് സജലങ്ങളായി കണ്ണുനിൽ നിന്ന് കണ്ണുനീർത്തുള്ളികള് ചാലിട്ടൊഴുകി. ചോരയാണോ കണ്ണുനീരാണോ വരുന്നതെന്നറിയാത്ത അവസ്ഥയിൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ അതാ ജിബ്രീൽ അലൈഹിസ്സലാം വാനലോകത്ത് നിന്നിറങ്ങി വരികയാ. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം കണ്ണുനീര് തുടച്ചുകൊണ്ട് പറയുന്നു, നബിയെ സങ്കടപ്പെടരുത്, നബിയെ വിഷമിക്കരുത്. ഇന്ന് ഈ വീട്ടിൽ നടന്ന കാര്യത്തെ പറ്റി അള്ളാഹു ആയത്തിറക്കിയിരിക്കുകയാ. എന്താണ് അള്ളാഹു ആയത്തിറക്കിയതെന്നറിയോ? വയുത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. അല്ലാഹു പറയുകയാണ്, യുത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി, കഴിക്കാൻ സുപ്രയിലെ ഭക്ഷണം എടുത്ത് വെച്ച പ്രിയപ്പെട്ട ഫാത്തിമ, അവിടത്തെ പ്രിയതമന് അലി റളിയല്ലാഹു അൻഹു, വേലക്കാരിയായിരുന്ന ഖാദിമത്ത്,
അവരുടെ പൊന്നുമക്കളായ ഹസൻ ഹുസൈന് ഈ കുടുംബത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ആ പാവപ്പെട്ട മിസ്കീന് ഭക്ഷണം കൊടുത്തത് ഫാത്തിമയല്ലേ നബിയെ? രണ്ടാമത്തെ ദിവസം കടന്നു വന്നത് ആരാണ്? യതീം മിസ്കീനം വ യതീമം വ അസീറാ. ഒരു അഗതി വന്നു, ഒരു അനാഥന് വന്നു, ഒരു തടവ് പുള്ളി വന്നു. ഈ 3 പേർക്കും ഭക്ഷണം അവരെ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന ആ നോമ്പ് തുറയുടെ ഭക്ഷണം എടുത്തു കൊടുത്തല്ലോ. പൊന്നാര നബിയെ, അങ്ങ് സങ്കടപ്പെടരുത്, അങ്ങയുടെ പൊന്നുമോളുടെ മുഖം കണ്ടിട്ട് അങ്ങ് തളർന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ഇൻസാനിലെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ദഹ്റിലെ ആ ആയത്തുകൾ അല്ലാഹു അവതരിപ്പിച്ചു കൊടുക്കുകയാ. എന്നിട്ട് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ആർക്കും കൊടുത്താലും പ്രിയപ്പെട്ടവരെ പ്രത്യുപകാരം ആഗ്രഹിക്കരുത്. ആരിൽ നിന്നും നിങ്ങളൊന്നും കൊതിക്കരുത്. ആരിൽ നിന്നും ഒരു നന്ദി വാക്ക് പോലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അവർക്ക് വേണ്ട രീതിയിൽ ഭക്ഷണം നിങ്ങൾ കൊടുക്കണം. നാളെ നിങ്ങൾ പട്ടിണി കിടക്കുമ്പോ നിങ്ങൾക്ക് തരുമെന്ന് കൊതിക്കരുത്. നിങ്ങൾ ഒരിക്കൽ പോലും അവരിൽ നിന്ന് ഒരു നന്ദി വാക്ക്, ഒരു സ്നേഹത്തോടുകൂടിയുള്ള ഒരു നല്ല വാക്ക് ഇത് പ്രതീക്ഷിക്കാതെ വേണം നിങ്ങൾ കൊടുക്കാൻ. നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് എന്തെന്നറിയോ? ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. നാളെ പരലോകത്ത് മുഖം ചൂളി പോകുന്നൊരു ദിവസമുണ്ട്. ആ മുഖം ചൂളി പോകുന്ന ദിവസത്തിൽ അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാ നിങ്ങൾ ഭക്ഷണം കൊടുക്കേണ്ടത്. അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നവർക്ക് അള്ളാഹുവിന്റെ സമ്മാനം എന്താ? ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലഖാഹും നളറതൻ വസുറൂറാ. അള്ളാഹു കൊടുക്കുന്ന സമ്മാനം എന്തെന്നറിയോ? അവർക്ക് അല്ലാഹു പരലോകത്ത് പ്രസന്നമായ വദനം കൊടുക്കുമെന്ന. ഇന്നെന്റെ പ്രിയപ്പെട്ടവരെ, ഫ്രാൻസ് തോറ്റ് അർജന്റീന ജയിച്ചപ്പോൾ ഫ്രാൻസുകാരുടെ മുഖം വല്ലാതെ മ്ലാനതയുള്ളതായി. അർജന്റീനയുടെ ഫാൻസ് അസോസിയേഷന്റെ മുഖം പ്രസന്നമായി. എന്തിനാണ് ഫ്രാൻസുകാരെ വിഷമിക്കുന്നത്? 4 വർഷം കഴിഞ്ഞാൽ അടുത്ത വീണ്ടും കളി വരികയാണ്, തിരിച്ചു പിടിക്കാം. ഒരു പാർട്ടി പരാജയപ്പെടുമ്പോ അടുത്ത പാർട്ടിക്കാട് മനസ്സിനകത്ത് വല്ലാത്ത പ്രസന്നവദനരാണ്. പരാജയപ്പെട്ടുപോയ പാർട്ടിക്കാട് മുഖത്ത് വല്ലാത്ത മ്ലാനതയാണ്. എന്തിനാണ് നിങ്ങളെ സങ്കടപ്പെടുന്നത്? 5 വർഷം കഴിഞ്ഞാൽ ഭരണം തിരിച്ചു പിടിക്കാം. പക്ഷേ പരലോകം അങ്ങനെയല്ല. അവിടത്തെ അവസ്ഥ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വുജൂഹു യൗമഇദിൻ നാളിറാ ഇലാ റബ്ബിഹാ നാളിറാ വവുജൂഹു യൗമഇദിൻ ബാസിറാ തളന്നു അൻ യുഫഅല ബിഹാ ഫാഖിറാ. അല്ലാഹ് പറയുകയാണ്, ചില ആളുകളുടെ മുഖം വല്ലാതെ പ്രസന്നമായിരിക്കും ആഖിറത്തിൽ. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തട്ടെ. അന്ന് വലിയ സന്തോഷമാണ്. എന്നാ ചില ആളുകളുടെ മുഖം എന്തെന്നറിയോ? ബാസിറ. അത് വല്ലാത്ത വൈമനസ്യത്തോടെ കരിവാളിപ്പോടെ നിൽക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് ഈ ഭരണം മാറുന്നത് പോലെ തിരിച്ചു വയ്ക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, ഫുട്ബോൾ തിരിച്ചെടുക്കും പോലെ തിരിച്ചെടുക്കാൻ കഴിയില്ല. അവര് എന്നേക്കുമായി അവര് നഷ്ടത്തിലാണ്. ആ സമയത്ത് നമ്മുടെ മുഖം പ്രകാശിക്കണോ? ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലഖാഹും നളറതൻ വസുറൂറാ. അവരുടെ മുഖത്ത് പ്രസന്നമായ സുന്ദരമായ വദനമായിരിക്കും. അവര് സുസ്മേര വദനരായ പരലോകത്ത് വിരാജിക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രഖ്യാപനം എന്തെന്നറിയോ? ആളുകൾ കാണത്തക്ക നിലയിൽ ഒരു നേരത്തെ ഭക്ഷണം വിളിച്ച് പരസ്യമായി കൊടുത്ത് ജനങ്ങൾ അവഹേളിക്കലല്ല. ആളുകളെ വിളിച്ച് വേദിയിൽ കയറ്റിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കലല്ല. നമ്മളൊരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ജീവിക്കുമ്പോൾ ആളുകൾ പലരും വന്ന് സഹായിക്കുമ്പോൾ ആ സഹായിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും, അത് ഓക്കെ. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മളേതെങ്കിലും ഒരു ചെറിയ ഏത്തപ്പഴം വാങ്ങി, നേന്ത്രക്കായ വാങ്ങി പാവപ്പെട്ടവന് തിന്നാൻ കൊടുക്കുമ്പോ വേദിയിൽ വിളിച്ച് കയറ്റിയിട്ടവന് തിന്നാൻ കൊടുത്ത്
അതുപോലെ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ ഒരു കിറ്റ് കൊടുക്കുമ്പോ, പരസ്യമായി കൊടുക്കുമ്പോ അവന്റെ ഭാര്യയ്ക്കൊരു അഭിമാനമുണ്ട്, അവന്റെ പൊന്നുമക്കൾക്കൊരു അഭിമാനമുണ്ട്. ഇതെല്ലാം അക്ഷരപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു മാതൃകയുണ്ട്. ആരെന്നറിയോ? അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമോള് ഫാത്തിമ. നേരത്തെ ഞാൻ പറഞ്ഞ പനിച്ച് പൊരിഞ്ഞു കിടന്ന ഹസൻ ഹുസൈനിലെ ഹുസൈൻ തങ്ങൾ, ആ ഹുസൈൻ തങ്ങളുടെ പൊന്നുമോന് അലി തങ്ങൾ, അദ്ദേഹത്തിന്റെ പേര് സൈനുൽ ആബിദീൻ എന്നാണ്. ആ സൈനുൽ ആബിദീൻ തങ്ങളുടെ കാലഘട്ടത്തില് പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് ഭക്ഷണമൊക്കെയാണ്. ആരാണ് കൊണ്ടുവെക്കുന്നതെന്നറിയില്ല, ഇതെവിടെന്നാണ് കൊണ്ടുവെക്കുന്നതെന്നറിയില്ല. പാവപ്പെട്ടവര് ആർത്തിയോടെ കഴിക്കുമായിരുന്നു. പക്ഷേ ഒരു ദിവസം ഭക്ഷണമില്ലാതെയായി. ആ ദിവസം ഏതാണ്? ആ ദിവസം മദീന കരഞ്ഞ ദിവസമാണ്. ആ ദിവസം മദീനക്കാര് പൊട്ടിക്കരഞ്ഞ ദിവസമാണ്. ആ ദിവസമാണ് സൈനുൽ ആബിദീൻ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞ ദിവസം. പിറ്റന്ന് മുതൽ ഭക്ഷണമില്ല. ആ സമയത്താണ് ആളുകൾ അറിഞ്ഞത്, റബ്ബേ, ഇന്നലെ വരെ ഭക്ഷണം കൊണ്ടുവച്ചത് സൈനുൽ ആബിദീൻ തങ്ങളാണോ? മയ്യത്ത് കുളിപ്പിച്ചവര് പറയുകയാണ്, അദ്ദേഹത്തിന്റെ തോളിന്റെ ഭാഗത്ത് 2 കറുത്ത പാടുണ്ടായിരുന്നു. ഏതെങ്കിലും വനത്തിൽ ചെന്ന് തടി പിടിച്ച് വന്താണിക്കെടുത്തതിന്റെ കായ്പല്ല, ചാലക്കമ്പോളത്തില് അരി ചുമന്നതിന്റെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ചുമട്ട് തൊഴിലാളിയായ, ഹെഡ്ലോഡ് തൊഴിലാളിയായ ഏതെങ്കിലും ഒരു സഹോദരന്റെ തോളത്ത് വരുന്ന തഴമ്പ് പോലെ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പൗത്രനായ സൈനുൽ ആബിദീൻ തങ്ങളുടെ തോളത്ത് വന്ന ആ കറുത്ത പാടെന്തെന്നറിയോ? വർഷങ്ങളോളം സ്വന്തമായി ഭക്ഷണം പാകം ചെയ്തിട്ട് തന്റെ പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടിയിട്ട്, തന്റെ പ്രിയപ്പെട്ട റസൂലുള്ളാന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട്, നാളെ മുഖം ചൂളിപ്പോകുന്ന ദിവസത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, മുഖം പ്രസന്നമാകുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ട് അള്ളാന്റെ ഹബീബിന്റെ പൗത്രന് ആളുകളുടെ വീടിന്റെ മുമ്പിലേക്ക് ഭക്ഷണം ചുമന്നുകൊണ്ട് പോയതിന്റെ തഴമ്പാൻ മയ്യത്ത് കുളിപ്പിച്ചവരാണ് കാണുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെയാകണം. നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് മറ്റാരും അറിയരുത്. അവരറിയേണ്ടതും കരയേണ്ടതും എപ്പോഴും അറിയോ? നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ പിന്നെ അവരെ സഹായിക്കാൻ നമ്മളില്ലല്ലോ എന്ന് കരഞ്ഞിട്ട് നമ്മൾക്ക് പിന്നെ ലോകമാന്യതയില്ലാതെ 3 വെള്ള തുണിയിൽ പൊതിഞ്ഞ് കിടത്തപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തിരക്കുകളും അവസാനിച്ച് ചൂടുള്ള ശരീരത്ത് വിറങ്ങലിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വാപ്പ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പട്ടിണി കിടന്നപ്പോഴും ഞങ്ങളെ വാപ്പ നാട്ടുകാരെ ഊട്ടിയ ഒരു വാപ്പയായിരുന്നു, ഭക്ഷണം കൊടുത്ത വാപ്പയായിരുന്നു. ഞങ്ങള് പലപ്പോഴും രാത്രികളിൽ പട്ടിണിയാണ്, പക്ഷെ നാട്ടുകാരായ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാതെ എന്റെ വാപ്പ കിടന്നിട്ടില്ല. ആ ഒരു തിരിച്ചറിവ് തന്റെ പൊന്നുമക്കൾക്ക് ഉണ്ടാകാൻ നമ്മൾ മരിക്കുന്ന സമയത്ത് 100 കണക്കിന് ആളുകൾ വന്ന് കരയുന്ന ഒരു സാഹചര്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ, അതുവഴി നമുക്ക് നമ്മുടെ മക്കൾക്ക് ഭാവിക്ക് വേണ്ടിയിട്ട് ഒരു ദിശാബോധം നൽകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിർഭയത്വത്തോടെ പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നിങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. അതുപോലെ തന്നെ വസിലുൽ അർഹ, കുടുംബ ബന്ധം ചേർക്കണം. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെ കിടന്നുറങ്ങുമ്പോ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണം. എന്നാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് നിർഭയത്വത്തോടെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിർഭയത്വത്തോടുകൂടി അവന്റെ സ്വർഗലോകത്തേക്ക് യാത്രയാകാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു താബിഈങ്ങളുടെ നേതാവാണ്. അദ്ദേഹം പണ്ടുള്ള ആളുകളൊക്കെ പറയും, നമ്മളിപ്പോഴും പറയുന്നതാണ്, ഉടുത്തിരിക്കുന്ന തുണി ഉരിഞ്ഞു കൊടുത്തു എന്ന് പറയൂലേ. ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു താബിഈങ്ങളിലെ നേതാവാണ്. സയ്യിദുത് താബിഈൻ എന്നറിയപ്പെടുന്ന ഉവൈസുൽ ഖർനി തങ്ങൾ ഒരു ജുമുഅ നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തൊരു പാവപ്പെട്ടവന് സ്വന്തം ഉടുതുണി ഉരിഞ്ഞു കൊടുത്തിട്ട് ജുമുഅയ്ക്ക് പോകാൻ കഴിയാതെ വീട്ടിനകത്ത് കഴിഞ്ഞ ആളാ.
സ്വന്തം ഉടുത്തിരിക്കുന്ന തുണി അഴിച്ചിട്ട് മറ്റൊരുത്തന്റെ നാണം മറയ്ക്കാൻ കൊടുക്കാൻ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചത്. അദ്ദേഹം ഒരു ദിവസം ദുആരക്കുന്ന ദുആ, അല്ലാഹുവേ വിശന്ന് മരിച്ചു പോകുന്നവനെ അതിന്റെ പേരിൽ നീ എന്നെ ശിക്ഷിക്കരുത്. കാരണം ഉവൈസുൽ ഖർനി തങ്ങളുടെ വീട്ടിനകത്തുള്ള സർവ്വതും കൊടുത്തു തീർന്നു. എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. ഇനി വീട്ടിലൊന്നുമില്ല, വീടെല്ലാം പട്ടിണിയായി. ഉവൈസുൽ ഖർനി തങ്ങൾ പറയാണ്, എന്റെ പടച്ചവനെ, ഇനി ഞാൻ ഈ നാട്ടിൽ വിശന്നിട്ട് മരിച്ചുപോയ ഒരാളിന്റെ പേരിൽ എന്നെ നീ പിടിച്ച് ശിക്ഷിക്കരുത് തമ്പുരാനെ. ഇനി എന്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല, എന്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. മഹാനായ ഇസ്മാഈൽ ഇബ്നുൽ അയ്യാശ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാലിക് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോളം ഒരു വലിയ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരു വലിയ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എന്തായിരുന്നു ഇബ്നു മുബാറക് തങ്ങളുടെ പ്രത്യേകത? എന്റെ കുറെ അസ്ഹാബികൾ, എന്റെ കുറെ കൂട്ടുകാര്, അവര് മിസ്ർ മുതൽ മക്ക വരെ മഹാനായ ഇബ്നു മുബാറക് തങ്ങളോടൊപ്പം യാത്ര ചെയ്തു. ഈ മിസ്റിൽ നിന്ന് മക്കയിലേക്ക് വരാൻ അന്നത്തെ യാത്രാ വാഹനങ്ങളാകുന്ന കുതിരയും ഒട്ടകത്തിലും യാത്ര ചെയ്തു വരുമ്പോ മഹാനായ ഇബ്നു മുബാറക് തങ്ങൾ എല്ലാ ദിവസവും നോമ്പായിരുന്നു. പക്ഷേ ഭക്ഷണത്തിന്റെ സമയത്ത് കൃത്യമായി ഇബ്നു മുബാറക് തങ്ങൾ പാകം ചെയ്ത് കൂടെയുള്ള സഹയാത്രികർക്ക് ഭക്ഷണം കൊടുത്തു. ഇങ്ങനൊരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എന്ന് ഇസ്മാഈൽ ഇബ്നു അയ്യാശ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാൻ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിവിന്റെ പരമാവധി ഭക്ഷണം കൊടുക്കാൻ നമ്മുടെ ജീവിതത്തില് ആർക്കെങ്കിലും ഒരു നേരത്തെ ഖലീലുല്ലാഹി എന്ന് ഇബ്രാഹിം നബിക്ക് പേര് കിട്ടിയത് വെറുതെ അല്ല. അതിഥിയോടൊപ്പം അല്ലാതെ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല. ജീവിതത്തിൽ അതിഥിയോടൊപ്പം അല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു ദിവസം പോലും ഇല്ലാതെ, ഒരു ദിവസം ഞാൻ ഇന്ന് ഒരാൾക്ക് കുറച്ച് ഭക്ഷണം കൊടുത്തു, ഞാൻ ഒരാൾക്ക് എന്റെ വകയായി ഭക്ഷണം കൊടുത്തു, ഇന്ന് ഒരു ഈത്തപ്പഴമെങ്കിലും ഞാൻ മറ്റൊരാൾക്ക് കൊടുത്തു എന്ന് ഉറപ്പിക്കാതെ ഒരു ദിവസവും ഇന്നത്തെ രാത്രി മുതൽ നമ്മൾ കിടന്നുറങ്ങരുത്. നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിൽ നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രാജ്യത്തിന്റെ വികസനവും രാജ്യത്തിന്റെ ഉയർച്ചയും എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ വില വരുന്ന വലിയ വലിയ പ്രതിമകൾ സ്ഥാപിക്കലല്ല. 4Gയും 5Gയും 6Gയും വന്ന് മനുഷ്യനെ, കുഞ്ഞുങ്ങളെ പോലും കൊല്ലുന്ന മാരകമായ വൈറസുകൾ കടന്നു വന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരസ്പരം ബന്ധം നശിപ്പിക്കപ്പെടുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്ന ഒരു സാഹചര്യമല്ല. 5 പേര് കൂടിയാൽ 5 മൂലയിലേക്ക് മാറിയിരുന്നവര് മൊബൈലിലാണ്. ഈ 5 പേരും എന്തിനു കൂടി എന്നവരറിയുന്നില്ല. ആരും ആരോടും ഒരു സുഖവിവരം ചോദിക്കുന്നില്ല. ഈ നിലയിൽ വീണ്ടും 5Gയും 6Gയും ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോ അടിസ്ഥാന സൗകര്യമാണ്. ഇവിടത്തെ പാവപ്പെട്ട ഒരാള് പോലും പട്ടിണി കിടക്കാത്ത ഇന്ത്യയാണ് നമുക്ക് വേണ്ടത്. അങ്ങനത്തെ ഒരു തിരുവനന്തപുരമാണ് നമുക്ക് വേണ്ടത്. അങ്ങനത്തെ ഒരു ഭീമാപ്പള്ളിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുത്ത്, ഉള്ളവൻ കഴിച്ചില്ലെങ്കിലും ഇല്ലാത്തവന് കൊടുത്ത് അവനോടുള്ള കടപ്പാട് വേടി അതുവഴി ഇഹത്തിലും പരത്തിലും അള്ളാഹുവിന്റെ പ്രത്യേകമായ താല്പര്യവും സ്നേഹവും സമ്പാദിച്ച് നിർഭയത്വത്തോടുകൂടി തദ്ഖുലുൽ ജന്നത ബിസ്സലാം, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട്